ഹലോ, ഇന്ന് നമുക്ക് നമ്മുടെ മൂഡ് ബോർഡിൻ്റെ ഫൈനൽ ലുക്ക് എന്താണെന്ന് കാണാം. അപ്പോൾ ഇന്ന് ഫ്രെയിം 5, അത് ലാസ്റ്റ് ഫ്രെയിമാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യണത്. ഇത് ഡിസൈൻ വരച്ചേക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്താണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നതെന്നുണ്ട്. കാരണം ഈ ഡിസൈൻ വെച്ച് വേറൊരു പെയിൻറ്റിങ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്കൊക്കെ അറിയാം. അപ്പോൾ അത് തന്നെയാണ് ഞാൻ ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത്. ഇവിടെ ഞാൻ 3 കളർ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിൽ 3 കളർ ചേഞ്ചിൽ ഗ്രീൻ കളർ ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇത് ഞാൻ അടിക്കുന്നത് മിൻറ്റ് ഗ്രീൻ കളറാണ്. ഇതിനകത്ത് വീഡിയോയിൽ ഒരു യെല്ലോയിഷ് കളറായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നേരിട്ട് കാണാനായിട്ട് ഗ്രീൻ കളർ തന്നെ കേട്ടോ. മിൻറ്റ് ഗ്രീൻ എന്ന് പറയും ഈ ഗ്രീൻ കളറിന്. അപ്പം മൂഡ് ബോർഡിൻ്റെ ആദ്യത്തെ ഫ്രെയിംസൊക്കെ കാണാത്തവർ ഒന്ന് പോയി 1, 2, 3, 4 ഒക്കെ ഒന്ന് കണ്ടിട്ട് വേണം. എന്നാലേ ഈ ഫൈനൽ ലുക്ക് കാണുമ്പോഴത്തേക്കും എങ്ങനെയൊക്കെ വരച്ചെന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ എല്ലാ വീഡിയോയിലും ഓരോ ഷോർട്സിലും ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും മൂഡ് ബോർഡൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് കണ്ടിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യം ഞാൻ ലൈറ്റ് കളർ കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ തൊട്ട് ഒരു ഡാർക്കനായിട്ടുള്ള കളറാണ് ഇവിടെ കൊടുക്കുന്നത്. ഇത് ലൈറ്റ് കളറുള്ള ഗ്രീൻ കളറാണ്. നിങ്ങളിത് വരയ്ക്കുമ്പോഴത്തേക്കും വളരെ ശ്രദ്ധിച്ച് വരക്കണം. ഞാനിവിടെ ഭയങ്കര സ്ലോ ആയിട്ടാണ് വരയ്ക്കുന്നത്. വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് സ്പീഡായിട്ട് കാണുന്നത്. നല്ല സ്ലോയിൽ അപ്പുറത്ത് പടരാത്ത രീതിയിൽ വരയ്ക്കാൻ ശ്രമിക്കണം. പിന്നെ ഞാൻ ഈ ഓരോ ഗ്രീൻ കളറും 2 പോട്ട് വീട് അടിക്കുന്നുണ്ട്, കാരണം ആ കാർഡ്ബോർഡിൻ്റെ ഫ്രെയിം കളറ് കാണാതിരിക്കാനായിട്ട്. ക്യാൻവാസൊക്കെ യൂസ് ചെയ്ത് വരയ്ക്കുന്നവർക്ക് സിമ്പിളായിട്ട് വരയ്ക്കാം. ഒരു പോട്ട് തന്നെ ധാരാളമായിരിക്കും ഗ്രീൻ കളറിൽ. ഇല്ലെങ്കിൽ നമ്മളൊരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ പുറത്ത് വരയ്ക്കണം. അതൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്ക് 2 പോട്ട് അടിക്കേണ്ട ആവശ്യം വന്നത്. പിന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് വ്യൂസൊക്കെ കിട്ടാറുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടി കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലേ നമ്മുടെ ഈ വീഡിയോസൊക്കെ എപ്പോഴും ഇടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും എപ്പോഴും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂഡ് ബോർഡിൻ്റെ ലാസ്റ്റ് ലുക്ക്. ഇവിടെ ഞാൻ ഓരോ ഫ്രെയിമിനും ഓരോ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. അത് കൊടുത്തപ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് കൊടുത്തത്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ അടുത്തത് ഏത് കളറിലും മൂഡ് ബോർഡ് ചെയ്യണമെന്ന് കൂടി കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്കൊരു മൂഡ് ബോർഡ് ചെയ്ത് കളയാം. അത് പക്ഷേ ഒറ്റ വീഡിയോ ആയിട്ട് എടുത്തോളൂ കേട്ടോ, ഇങ്ങനെ പാട്ടായിട്ട് ഇടുകയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.